ആരാണ് മുഖ്യമന്ത്രി എന്ന വാർത്ത ആദ്യം ബ്രേക്ക് ചെയ്യാനുള്ള മാധ്യമപ്രവർത്തകരുടെ ഓട്ടവും ആരായിരിക്കുമെന്ന കോൺഗ്രസ് പ്രവർത്തകരുടെ ഓട്ടവും ഒക്കെയാണ് ഇപ്പോൾ KPCC നടന്നുകൊണ്ടിരിക്കുന്നത്. വർഷങ്ങൾക്ക് ശേഷമാണ് ഇപ്പോൾ KPCC ആളും അനക്കവും ഒക്കെ ഉണ്ടാകുന്നത്. സാധാരണഗതിയിൽ ഒരു പൂച്ചക്കുഞ്ഞു പോലും KPCC തിരിഞ്ഞു നോക്കാത്തതാണ്. എന്നാൽ ഇപ്പോൾ അങ്ങനെയല്ല സ്ഥിതിവിശേഷം. ആളും ജനവും ഒക്കെയായി KPCC അങ്ങനെ ഒരു ഉത്സവ പറമ്പ് പോലെയായി മാറിയിരിക്കുന്നു എന്ന് വേണം പറയാൻ. കഴിഞ്ഞ ദിവസം ഷാഫി പറമ്പിലോടെ ഉണ്ടായിരുന്നു. ഇറങ്ങി വന്ന ഷാഫി പറമ്പിലിനോട് ചോദ്യങ്ങൾ ചോദിക്കാൻ നിന്ന മാധ്യമപ്രവർത്തകരെ വിരട്ടിയ കോൺഗ്രസ് പ്രവർത്തകരോട് എന്തിനാണ് അവരോട് ചൂടാകുന്നത്, അവരോട് എന്നോടല്ലേ ചോദിക്കുന്നത്, എന്തിനാണ് ചൂടാകുന്നത് എന്ന് ചോദിച്ച അയാളെ വിരട്ടുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായിരുന്നത്. എന്താണ് ഷാഫി പറമ്പിൽ കൂടുതലൊന്നും പ്രതികരിക്കാതെ ഒരു നമസ്കാരം മാത്രം പറഞ്ഞുകൊണ്ട് മാറുന്ന സാഹചര്യമാണ് ഉണ്ടായത്. സംസ്ഥാനത്ത് മുഖ്യമന്ത്രി ആരാകണമെന്ന് തീരുമാനിക്കാനാകാതെ കോൺഗ്രസിൽ കനത്ത ഗ്രൂപ്പ് പോരാട്ടം തുടരുമ്പോൾ AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ MPക്ക് നേരെ ശാപവാക്കുകൾ വാരി വിതറി മുസ്ലിം ലീഗ് നേതാവ് ഞെരളത്ത് ഹരിഗോവിന്ദൻ രംഗത്ത്. ഇപ്പോൾ കേസ് കാണിക്കുന്നത് അപക്വവും വിവരക്കേടും സർവോപരി സ്വന്തം പാർട്ടി അണികളെ അപമാനിക്കലുമാണ് എന്നാണ് ലീഗ് നേതാവ് പറയുന്നത്. മുഖ്യമന്ത്രിയാകാൻ ഷാഫി പറമ്പിലിനാണ് KCയേക്കാൾ യോഗ്യനെന്നും ഹരിഗോവിന്ദൻ പറയുന്നു. NSS ജനറൽ സെക്രട്ടറി G സുകുമാരൻ നായരെയും അശ്ലീല വാക്കുകൾ ഉപയോഗിച്ച് മുസ്ലിം ലീഗ് നേതാവ് അധിക്ഷേപിക്കുന്നുണ്ട്. തന്റെ ഫേസ്ബുക്ക് പോസ്റ്റിലാണ് അദ്ദേഹം ഇക്കാര്യം പറയുന്നത്. മുസ്ലിം ലീഗ് നേതാവ് ഞെരളത്ത് ഹരിഗോവിന്ദൻ KC വേണുഗോപാലിനെ അധിക്ഷേപിച്ചിട്ട ഫേസ്ബുക്ക് പോസ്റ്റിന്റെ പൂർണ്ണരൂപവും നോക്കാം. ബംഗാൾ, അസം, പോണ്ടിച്ചേരി, തമിഴ്നാട് എന്നിവിടങ്ങളിലെല്ലാം കോൺഗ്രസിനെ വളരെ താഴേക്ക് തള്ളിവിട്ടതിൽ KC വേണുഗോപാലിനും പങ്കാളിയാണ്. അത്തരമൊരു പരാജിതൻ നിലവിലെ MP സ്ഥാനം കളഞ്ഞ് MLA ആയി വരാൻ ശ്രമിച്ചാൽ അതുപോലെ ഒരു MP ആയ ഷാഫി പറമ്പിലിനാണ് KCയേക്കാൾ യോഗ്യത. അത്തരമൊരു ആവശ്യം കൂടി ശക്തിപ്പെടും. ഇപ്പോൾ KC കാണിക്കുന്നത് അപക്വവും വിവരക്കേടും സർവോപരി സ്വന്തം പാർട്ടി അണികളെ അപമാനിക്കലുമാണ്. താങ്കൾ ആലപ്പുഴയിലെ MP സ്ഥാനം വിട്ടാൽ അവിടെ ഒരു തെരഞ്ഞെടുപ്പ് വന്ന് ശോഭയെ പോലെ മറ്റൊരു BJP MP കൂടിയാവും താങ്കൾ വഴിയൊരുക്കുന്നത്. താങ്കളുടെ ഈ അധികാര മോഹത്തെ നാലു നിലയിൽ തോൽപ്പിക്കാനും കോൺഗ്രസ് പ്രവർത്തകർ തയ്യാറാവും. MPയും MLAയും ഒന്നുമല്ലാതെ മറ്റൊരു പിണറായിയായി ഈ നാറി തുലഞ്ഞ് താങ്കൾ ഒടുങ്ങുകയും ചെയ്യും. ഇതൊന്നും താങ്ങാനാകാതെ താങ്കളെ ശാസിച്ചൊതുക്കി VD സതീശന് മുഖ്യമന്ത്രി സ്ഥാനം ഒരുക്കാതെ NSS നായരെ പോലെ ഈ ആടി ഉലഞ്ഞു നിൽക്കുന്ന ഹൈക്കമാൻഡാണ് ഇവിടെ മറ്റൊരു പ്രതി. കഷ്ടമാണ് KC, നാണക്കേടും. തെന്നിന്ത്യയിൽ BJPയെ വളർത്തുന്നതിൽ താങ്കൾ എക്കാലവും പരിശ്രമിച്ചെന്ന സംശയത്തിൽ താങ്കൾ അകപ്പെടും. താക്കോൽ നായർ എന്ന രണ്ടിലും കെട്ട സമുദായ വഞ്ചകന്റെ വാക്കും കേട്ട് ഡൽഹിക്ക് കയറിയ ചെന്നിത്തലയൊക്കെ അല്പമെങ്കിലും മാന്യതയുണ്ടെങ്കിൽ മാറി നിൽക്കണം. നിങ്ങൾ രണ്ടുപേരും കാണിക്കുന്ന വലിയ അമാന്യത കാരണം കേരള ചരിത്രത്തിലെ രാഷ്ട്രീയ അധികായനും ഞങ്ങളുടെ വിശ്വസ്ത നേതാവും അടിമുടി മനുഷ്യമുഖവുമായ PK കുഞ്ഞാലിക്കുട്ടി സാഹിബിന്റെ പ്രസക്തി എത്ര വലുതെന്ന് ജനം തിരിച്ചറിയുന്ന ദിവസങ്ങളാണ് കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് എന്നാണ് പറയുന്നത്. തീർച്ചയായും ആരാകണം മുഖ്യമന്ത്രി എന്ന ചോദ്യത്തിന് ഇന്നെങ്കിലും ഒരു ഉത്തരം കിട്ടുമോ എന്നാണ് പലരും നോക്കുന്നത്. കാരണം തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ ഇത്രയും ദിവസം 4 ദിവസം തെരഞ്ഞെടുപ്പിന്റെ ഈ വിധി വന്നതിന് ശേഷം ഇത്രയും ദിവസമാകുമ്പോൾ ഇതുവരെയും കോൺഗ്രസിന് ഒരു മുഖ്യമന്ത്രിയെ കിട്ടിയില്ല എന്ന് പറയുന്നത് വലിയ അപക്വമായ തെരഞ്ഞെടുപ്പ് തന്നെയാണ്. പലരും കോൺഗ്രസിന് കുത്തിയ പലരും പറയുന്നുണ്ട് ഇതിനേക്കാൾ ഭേദം LDF ആയിരുന്നല്ലോ, ഒരു മുഖ്യമന്ത്രി അവർക്ക് അപ്പോഴേ ഉണ്ടായിരുന്നല്ലോ എന്ന് പറയുന്നുണ്ട്. തീർച്ചയായും ഇത്തരം ചില ഈ പൊട്ടാസ് പ്രശ്നങ്ങൾ തന്നെയാണ് KPCCയും കോൺഗ്രസിനെ വീണ്ടും പാതാളത്തിലേക്ക് തള്ളി വിടുന്നത്. പാതാളത്തിൽ കിടന്ന കോൺഗ്രസിനെ വളരെ ശക്തമായി തന്നെയാണ് VD സതീശൻ മുന്നിലേക്ക് കൊണ്ടുവന്നത്. അതിൽ VD സതീശന് അരയും തലയും മുറക്കി നല്ലൊരു പ്രതിപക്ഷ നേതാവായിരുന്ന ഇടം മുതൽ പിന്നെ ഇങ്ങോട്ട് ഈ പറയുന്ന തദ്ദേശ തെരഞ്ഞെടുപ്പിലും അതുപോലെ തന്നെ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിലും എല്ലാം ഒരു വലിയ വമ്പിച്ച ഭൂരിപക്ഷത്തോടു കൂടി വിജയിച്ചു വരാൻ കോൺഗ്രസിന് സാധിച്ചത് VDയുടെ നേതൃത്വം തന്നെ എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. VDക്ക് വിട്ടുകൊടുക്കാൻ എന്താണ് ഇത്ര പാട് എന്നാണ് പലരും ചോദിക്കുന്നത്. MLAമാരെയൊക്കെ തന്നെ ചാക്കിലാക്കി കഴിഞ്ഞു. പക്ഷേ സാധാരണക്കാരായ ജനങ്ങൾക്കൊക്കെ തന്നെ VD മതി എന്നുള്ള ഒരു അഭിപ്രായത്തിൽ എത്തി നിൽക്കുകയും ചെയ്യുന്നുണ്ട്. നിലവിലെ സാഹചര്യത്തിൽ ഷാഫി പറമ്പിലിനെയും അതുപോലെ തന്നെ സുധാകരനെയും ഒക്കെ തന്നെ മത്സരിപ്പിക്കേണ്ട എന്നുള്ള ഒരു തീരുമാനത്തിലെത്തിയത് കോൺഗ്രസ് പാർട്ടി എല്ലാവരും ഒന്നിച്ചെടുത്ത തീരുമാനമായിരുന്നു. അത് മറ്റൊന്നുമല്ല എന്ന് പറയാൻ കാരണം നമുക്കറിയാം MPമാർ മത്സരിക്കേണ്ട എന്ന ഒരു പൊതു രീതി വന്നതുകൊണ്ടാണ്. ആ പൊതു രീതി വന്നതിന് പിന്നാലെ തന്നെ ഇപ്പോൾ തെരഞ്ഞെടുപ്പ് വന്ന് ഫലം പ്രഖ്യാപിച്ചതിന് ശേഷം MP ആയിരിക്കുന്ന KC വേണുഗോപാൽ അത് രാജിവെച്ച് MLA ആയി മത്സരിക്കാൻ വരുന്നത് അത് എത്രത്തോളം ഉചിതമാണ്, അല്ലെങ്കിൽ അത് എത്രത്തോളം
വാക്കിന് വിലയില്ലാത്ത പ്രവൃത്തിയാണ് എന്ന ചോദ്യമാണ് ഉണ്ടാകുന്നത്. അപ്പോൾ പിന്നെ ഷാഫി പറമ്പിലും ഈ സുധാകരനും ഒക്കെ തന്നെ വെറും ഈ ഊളകളായി മാറ്റാനുള്ള ശ്രമമായിരുന്നോ നിങ്ങൾ നടത്തിയത് എന്ന ചോദ്യവും ഉയരുന്നുണ്ട്. എന്തായാലും ഈ തമ്മിത്തല്ലൊക്കെ തന്നെ പെട്ടെന്ന് കുറയും, ഒരു മുഖ്യമന്ത്രി കേരളത്തിന് വളരെ വേഗം ഉണ്ടാകുമെന്നുള്ള ഒരു ആവേശത്തിലും വിശ്വാസത്തിലും തന്നെയാണ് ഇരിക്കുന്നത്. അതേ ജനങ്ങളെ വീണ്ടും വിഡ്ഢികളാക്കിക്കൊണ്ടിരിക്കുന്നു. കഷ്ടപ്പെട്ട് തെരഞ്ഞെടുത്ത് ഇവരെ ഒരു പദവിയിൽ ഏൽപ്പിക്കുകയാണ്. അവിടെ നിന്നൊരു മുഖ്യമന്ത്രിയെ കണ്ടെത്താനുള്ള കഴിവ് പോലും ഇവർക്കില്ലല്ലോ എന്ന ചോദ്യമാണ് ഉയർന്നുകൊണ്ടിരിക്കുന്നത്. വി.ഡി. സതീശൻ ആവട്ടെ മുഖ്യമന്ത്രി എന്നുള്ള ആവശ്യം, അതായത് വി.ഡി. സതീശനും പിണറായി വിജയനും മുഖാമുഖം വരണം, എന്നാൽ മാത്രമേ ഈ തെരഞ്ഞെടുപ്പിന് ഇത്രയും വിജയം ഉണ്ടായെങ്കിൽ അതിനൊരു അർത്ഥം വരികയുള്ളൂ എന്നാണ് പലരും പറയുന്നത്. പക്ഷേ അതൊന്നും തന്നെ മനസ്സിലാക്കാനുള്ള ബുദ്ധി തൽക്കാലം ഇപ്പോൾ KPCCക്ക് അകത്തിരിക്കുന്നവർക്ക് ഇല്ല എന്ന് വ്യക്തമാകുന്നു. ആരാണ് ഈ AICC? സോണിയാഗാന്ധിയും രാഹുൽ ഗാന്ധിയും ഖാർഗെയും അതുപോലെ തന്നെ പ്രിയങ്ക ഗാന്ധിയും KCയും ഒക്കെ ഉൾപ്പെടുന്ന ഈ AICC എപ്പോഴും KC അല്ലാതെ മറ്റേതെങ്കിലും പേര് നാമനിർദ്ദേശിച്ചിട്ടുണ്ടോ? എന്തിന് ശശി തരൂരിന്റെ പേര് പോലും ഒരു കാരണവശാലും പറഞ്ഞിട്ടില്ല.